ബോട്ടണി എക്സാമിൽ നിങ്ങൾ നിർബന്ധമായും നോക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട ചില ഭാഗങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചാപ്റ്ററായ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഫോക്കസ് ഏരിയയിൽ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാഗങ്ങൾ തന്നെ വളരെയധികം ഇമ്പോർട്ടൻസോടുകൂടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് RH വിറ്റക്കറിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ക്രൈറ്റീരിയകൾ ഏതൊക്കെയാണ്. ക്രൈറ്റീരിയസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ക്രൈറ്റീരിയാസ് ഇതൊക്കെയാണ്: മോഡ് ഓഫ് ന്യൂട്രീഷൻ, താലസ് ഓർഗനൈസേഷൻ, സെൽ സ്ട്രക്ചർ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് ആൻഡ് റീപ്രൊഡക്ഷൻ. ഇത്രയും ക്രൈറ്റീരിയാസ് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കുക. RH വിറ്റക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ക്രൈറ്റീരിയാസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ്. ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നിങ്ങൾ മറ്റൊന്ന് ഫോക്കസ് ചെയ്യേണ്ടത് കിങ്ഡം ഫഞ്ചയുടെ ജനറൽ ക്യാരക്ടേഴ്സാണ്. അതായത് ഹൈഫ എന്താണ്, മൈസീലിയം എന്താണ്, ഇവിടെ ഫംഗസിൻ്റെ സെൽ വാൾ ഏതാണ്, അതായത് കൈറ്റിനാണ് സെൽ വാൾ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. വളരെ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സാണ് ഫംഗസിനുള്ളത്. ആ ഒരു സ്ട്രക്ചർ തന്നെയാണ് നമ്മൾ ഹൈഫ എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ഓഫ് ഹൈഫ ഇസ് നോൺ ആസ് മൈസീലിയം. ഈ ഒരു ടെക്നിക്കൽ ടേംസ് നിങ്ങൾ ഒന്ന് പഠിച്ചിരിക്കേണ്ടതാണ്. ഒപ്പം മറ്റൊരു ചോദ്യം നമ്മൾക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കേണ്ടത് ഫംഗസിൻ്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്. പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ്, ഈ 3 സ്റ്റെപ്പുകളും നിങ്ങളൊന്ന് നോക്കിയിട്ട് പോകേണ്ടതാണ് എക്സാമിന്. മറ്റൊരു ചോദ്യം നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടത് വൈറസുകളെ കുറിച്ചുള്ള ഭാഗമാണ്. ഇവിടെ ഈ ഒരു ടൊബാക്കോ മൊസൈക്ക് വൈറസിൻ്റെയും ഒപ്പം ബാക്ടീരിയോ ഫേജിൻ്റെയും ഫിഗർ നിങ്ങൾ കൃത്യമായി നോക്കിയിട്ട് പോകണം. കാരണം മുൻവർഷങ്ങളിൽ ടൊബാക്കോ മൊസൈക്ക് വൈറസിൻ്റെ ഫിഗർ തന്ന ഇതേതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഒപ്പം TMVയുടെ എക്സ്പാൻഷനും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ടൊബാക്കോ മൊസൈക്ക് വൈറസ് ആണ്. ഇതൊരു പ്ലാൻ വൈറസ് ആണ്. ഇതൊരു RNA വൈറസ് കൂടിയാണ്. ബാക്ടീരിയോ ഫേജ് എന്ന് പറയുന്നത് ബാക്ടീരിയോ ഫേജസ് ആർ വൈറസസ് ദാറ്റ് അറ്റാക്ക് ബാക്ടീരിയ. ബാക്ടീരിയകളെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളെയാണ് ബാക്ടീരിയോ ഫേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 2 ഫിഗറും നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിർബന്ധമായും നോക്കിയിരിക്കണം. രണ്ടാമത്തെ ചാപ്റ്ററായ പ്ലാൻ കിങ്ഡത്തിൽ ആൽഗയുടെ ജനറൽ ക്യാരക്ടേഴ്സ് ഒപ്പം ആൽഗയുടെ ക്ലാസിഫിക്കേഷനും ബ്രയോഫൈറ്റ്സും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. തേർഡ് ചാപ്റ്ററായ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, ഇൻഫ്ലോറസൻസ്, ഫ്ലവേഴ്സ്. ഒപ്പം ഫ്രൂട്ടിൻ്റെയും സ്റ്റെമ്മിൻ്റെയും മോഡിഫിക്കേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഫാമിലി ഒപ്പം ഫാബേസിയെ, ലിലിയേസിയയുടെ ഫ്ലോറൽ ക്യാരക്ടേഴ്സും ഒപ്പം ഫ്ലോറൽ ഫോമുലയുമാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പ്ലാൻ കിങ്ഡത്തിൽ ആൽഗയുടെ ജനറൽ ക്യാരക്ടേഴ്സ് നിങ്ങൾ പഠിക്കുന്നതിൽ ഫോക്കസ് ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. ആൽഗയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് കൃത്യമായി എക്സാമ്പിളടക്കം നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി നിങ്ങൾ നോക്കുക. അഗാറ്, അതുപോലെ ആൾജീൻ, കെരാജീൻ തുടങ്ങിയവയും, അതുപോലെ സ്പേസ് ട്രാവലേഴ്സ് യൂസ് ചെയ്യുന്ന ക്ലോറല്ല, സ്പൈറുലിന തുടങ്ങിയ യൂണിസെല്ലുലാർ ആൽഗയുടെ റിച്ച് പ്രോട്ടീൻ കണ്ടൻ്റ് ആയിട്ടുള്ള ആൽഗകളാണ്. ഇവിടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് പോകണം. ഒപ്പം നിർബന്ധമായും ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് ചോദ്യം ഏറെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ടേബിളാണ് ഡിവിഷൻ ഓഫ് ആൽഗെ ആൻഡ് ഇറ്റ്സ് മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഓരോ ആൽഗയുടെയും ക്ലാസ്സസ് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവയുടെ കോമൺ നെയിമും ഒപ്പം അതിലുള്ള മേജർ പിഗ്മെൻ്റ് ഏതാണ്, ഒപ്പം സ്റ്റോർഡ് ഫുഡ് ഏതാണ്. സെൽ വാള് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. നമുക്കറിയാം സെല്ലുലോസാണ് മിക്ക വേയിലുള്ള സെൽ വാളായിട്ട് വരുന്നത്. ഇതിൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗം സ്റ്റോർഡ് ഫുഡും മേജർ പിഗ്മെൻറ്റ്സ് ഏതാണ്, ഒപ്പം അവയുടെ കോമൺ നെയിം. ക്ലോറോഫൈസി ആണെങ്കിൽ ഗ്രീൻ ആൽഗയാണ്, അതിൽ ക്ലോറോഫിൽ A, B എന്നിങ്ങനെയുള്ള. സ്റ്റോർഡ് ഫുഡ് സ്റ്റാർച്ചാണ്. ഓക്കെ, അപ്പോൾ സ്റ്റോർഡ് ഫുഡും മേജർ പിഗ്മെൻറ്റ്സും നിങ്ങൾ നിർബന്ധമായും പഠിക്കണം, ഒപ്പം കോമൺ നെയിമും. ബ്രയോഫൈറ്റ്സിലാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവയുടെ ഈ ഒരു ഫിഗർ നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ വലിയ ഉപകാരമായിരിക്കും നിങ്ങൾക്ക്. ഒരു തവണ ഫിഗർ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഫിഗർ ഒന്ന് നോക്കുക. ഏത് ബ്രയോഫൈറ്റ് ആണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന 3rd ചാപ്റ്ററിൽ നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് മോഡിഫിക്കേഷൻസ് ആണ്. അതായത് സ്റ്റെമ്മിൻ്റെ ആയാലും റൂട്ടിൻ്റെ ആയാലും മോഡിഫിക്കേഷൻസ് നിങ്ങൾ കൃത്യമായി പഠിക്കുക. റൂട്ട് മോഡിഫിക്കേഷനിൽ പ്രോപ്പ് റൂട്ടും സ്റ്റിൽറ്റ് റൂട്ടും നിങ്ങൾ നന്നായി നോക്കണം. അപ്പം ന്യൂമാറ്റോഫോറം, അതായത് റെസ്പിറേറ്ററി റൂട്ട് എന്നറിയപ്പെടുന്ന ന്യൂമാറ്റോഫോഴ്സ് ഇത് റൈസോഫോറയിലാണ്. അതായത് മാംഗ്രോവ്സ് പ്ലാന്റ്സിൽ കാണുന്നവയാണ് ഈ ന്യൂമാറ്റോഫോഴ്സ്, അതായത് റെസ്പിറേറ്ററി റൂട്ട്സ്. ഓക്കെ, ഇതൊന്ന് നിങ്ങൾ കൃത്യമായി നോക്കിയിട്ടേ ചെല്ലാവൂ എക്സാമിന്. ഇൻഫ്ലോറസെൻസ് ആണ്. റെസിമോസ്, സൈമോസ്, ഇൻഫ്ലോറസെൻസുകളുടെ ഡിഫറൻസ് കൃത്യമായി നിങ്ങൾ പഠിച്ചിട്ട് പോവുക. പിന്നെ ഇവിടെ നോക്കേണ്ടത് ഈ ഒരു ഭാഗത്ത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഫിഗർ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് മിക്കപ്പോഴും ചോദിച്ചിട്ടുള്ളത്. അതിലൊന്നാണ് ഓവറിയുടെ പൊസിഷൻ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫ്ലവേഴ്സിനെ
ചെയ്തിരിക്കുന്നത്. ഹൈപ്പോഗൈനസ്, പെരിഗൈനസ്, എപ്പിഗൈനസ് എന്നിങ്ങനെ ഈ ഫിഗർ നിങ്ങൾ പഠിക്കുക. ഒപ്പം ഇവയുടെ ഓവറിയുടെ പൊസിഷൻ എങ്ങനെയാണ് വിത്ത് എക്സാമ്പിൾ പഠിക്കാൻ മറന്നു പോകരുത്. ഹൈപ്പോഗൈനസ് ഓവറി ഏത് ഫ്ലവറിലാണ്? അതായത് നമ്മുടെ മസ്റ്റാർഡ്, ചൈന റോസ്, ഹിബിസ്കസിലാണ് ഇവ കോമൺ ആയിട്ടുള്ളത്. പെരിഗൈനസ് അതായത് ഓവറി ഹാഫ് ഇൻഫീരിയർ ആണ് ഇവിടെ. റോസും പീച്ചും ആണ് എക്സാമ്പിൾ. എപ്പിഗൈനസ് ഇൻഫീരിയർ ഓവറിയാണ് ഇവയുടെ പ്രത്യേകത. അപ്പോൾ എക്സാമ്പിൾ ഗുവ, കുക്കുംബർ ഇതൊക്കെയാണ്. ഇതുകൂടെ നിങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിക്കൂ. ഈ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊന്ന് പ്രതീക്ഷിക്കേണ്ടത് ഏസ്റ്റിവേഷൻ്റെ ഒരു ഫിഗേഴ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ വെക്സിലറി ഏസ്റ്റിവേഷൻ നിങ്ങൾ കൃത്യമായി നോക്കുക. കാരണം മറ്റുള്ളവയിൽ നിന്നും എടുത്ത് ചോദിക്കാൻ സാധ്യത വെക്സിലറി ഏസ്റ്റിവേഷനാണ്. വെക്സിലറി ഏസ്റ്റിവേഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് പെറ്റൽസ് ആണ് ഇവയിലുള്ളത്, അതായത് സ്റ്റാൻഡേർഡ് പെറ്റൽ, വിങ് പെറ്റൽ, കീൽ പെറ്റൽ എന്നിങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അത് ശ്രദ്ധിക്കുക. ഒപ്പം ഈ ഓരോ ഏസ്റ്റിവേഷൻ്റെ ഫിഗർ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഒപ്പം എക്സാമ്പിൾ കൂടെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്ലാസൻറ്റേഷൻ ഇതുപോലെ തന്നെയാണ്. എന്താണ് പ്ലാസൻറ്റേഷൻ, അതുപോലെ എന്താണ് ഏസ്റ്റിവേഷൻ എന്നൊക്കെ ചോദിക്കാം. അത് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. പ്ലാസൻറ്റേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഓവ്യൂൾസ് വിത്തിൻ ദ ഓവറി. ഏസ്റ്റിവേഷൻ ആണെങ്കിലോ ഇറ്റ് ഈസ് ദ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ് ഇൻ ഫ്ലോറൽ ബഡ്. പ്ലാസൻറ്റേഷൻ പഠിക്കുമ്പോൾ ഓരോ പ്ലാസൻറ്റേഷൻ്റെയും ഫിഗർ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഒപ്പം അതിൻ്റെ എക്സാമ്പിൾ കൂടെ നിങ്ങൾ പഠിച്ചാൽ നന്നായിരിക്കും. ഫിഗർ തന്നിട്ട് ഇത് ഏത് പ്ലാസൻറ്റേഷനാണെന്ന് ചോദിക്കാം, അതിൻ്റെ എക്സാമ്പിൾ എഴുതാമെന്ന് ചോദിക്കാം. അപ്പോൾ പിന്നീട് ഈ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫാബേസിയയുടെയും ലിലിയേസിയയുടെയും ഫ്ലോറൽ ക്യാരക്ടേഴ്സും ഫ്ലോറൽ ഫോമുലയാണ്. നിങ്ങൾ ഫ്ലോറൽ ഫോമുല പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇവയുടെ ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. ചാപ്റ്ററായ അനാട്ടോമി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സിൽ ഇതിൽ നമ്മൾ ഫിഗേഴ്സ്, ഇവിടെയും നമ്മൾ മോർഫോളജി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സിൽ പഠിച്ചതുപോലെ ഫിഗേഴ്സ് നോക്കിക്കൊണ്ട് വേണം എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്ന ഭാഗം ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിട്ടില്ല. തുടർച്ച ചാപ്റ്ററായ 5th ചാപ്റ്ററായ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിലും വളരെ കുറച്ച് സെൽ ഓർഗനൽസ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനിൽ ആ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈറ്റോസിസും മിയോസിസും സെൽ സൈക്കിളും നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ ചാപ്റ്ററായി നോക്കാം. അനാട്ടമി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സിൽ ആദ്യമേ നമുക്ക് മെരിസ്റ്റംസ് ആണ്. അപ്പോൾ ഒരു മെരിസ്റ്റത്തിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷനാണ് മെരിസ്റ്റം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പിക്കൽ മെരിസ്റ്റം, ഇൻ്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം എന്നിങ്ങനെ. മറ്റൊന്ന് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസും അപ്പോൾ കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂസും ഉണ്ട്. അവരുടെ ഫിഗേഴ്സ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവയുടെ ഫീച്ചേഴ്സ് പഠിക്കുന്നതോടൊപ്പം ഫിഗേഴ്സ് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും കമ്പോണൻറ്റ്സ് ഏതാണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. സൈലത്തിന് 4 കമ്പോണൻറ്റ്സ് ആണ്. അപ്പോൾ ഫ്ലോയത്തിനും സൈലത്തിൻ്റെ കമ്പോണൻറ്റുകളാണ് ട്രക്കീഡ്, വെസൽസ്, സൈലം ഫൈബർ, സൈലം പാരങ്കൈമ. ഓക്കെ, ഫങ്ഷൻ കൂടി ഓർത്തിരിക്കുക. വാട്ടർ കണ്ടക്ഷൻ ആണ് സൈലത്തിൻ്റെ മെയിൻ ഫങ്ഷൻ. ഫ്ലോയത്തിനും 4 കമ്പോണൻറ്റ്സ് തന്നെയാണ്. സീവ് ട്യൂബ് എലമെൻറ്റ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം ഫൈബർ, ഫ്ലോയം പാരങ്കൈമ. ഫുഡ് ട്രാൻസ്പോർട്ടേഷനാണ് ഫ്ലോയത്തിൻ്റെ ഫങ്ഷൻ. മറ്റൊന്ന് പഠിക്കേണ്ട ഫിഗർ നോക്കി പഠിക്കേണ്ട ഒന്നാണ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. ഇവയിൽ ഓപ്പൺ വാസ്കുലർ ടിഷ്യൂവും ക്ലോസ്ഡ് വാസ്കുലർ ടിഷ്യൂവും ഇവയുടെ ഫിഗർ തന്നിട്ട് നിങ്ങളോട് ചോദിക്കാം ഇത് ഏതാണെന്നുള്ളത്. ഓപ്പൺ വാസ്കുലർ ബണ്ടിലാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അവയ്ക്കിടയിൽ സൈലത്തിനും ഫ്ലോയത്തിനും ഇടയിൽ ക്യാമ്പിയം പ്രസൻ്റ് ആയിരിക്കും. ക്യാമ്പിയം ആബ്സെൻ്റ് ആണെങ്കിൽ അത് ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിലാണ്. ഇത് മോണോകോട്ടിലാണോ ഡൈക്കോട്ടിലാണോ എന്നുള്ളത് കൃത്യമായി നോക്കിയിരിക്കാം. മറ്റൊന്നാണ് റേഡിയൽ വാസ്കുലർ ബണ്ടിൽ, കൺജോയിൻറ്റ് വാസ്കുലർ ബണ്ടിൽ. സൈലത്തിൻ്റെ ഫ്ലോയത്തിൻ്റെ അറേഞ്ച്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ വാസ്കുലർ ബണ്ടിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സൈലും ഫ്ലോയും ഒരു ഡിഫറെൻറ്റ് റേഡിയസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് റേഡിയൽ അറേഞ്ച്മെൻറ്റാണ്. റൂട്ടിലാണ് നമുക്ക് റേഡിയൽ വാസ്കുലർ ബണ്ടിൽസ് കാണാൻ സാധിക്കുന്നത്. കൺജോയിൻറ്റ് വാസ്കുലർ ബണ്ടിൽസ് സ്റ്റെമ്മിലും ലീഫിലുമാണ് വളരെ കോമൺ ആയിട്ടുള്ളത്. സൈലവും ഫ്ലോയും ഒരേ റേഡിയസിൽ സെയിം റേഡിയസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് കൺജോയിൻറ്റ് വാസ്കുലർ ബണ്ടിലാണ്. ഇവിടെയും നിങ്ങൾ ഈ ഫിഗർ പഠിക്കണം. ഒപ്പം എൻഡാർക്ക് സൈലം എന്താണ്, എക്സാർക്ക് സൈലം എന്താണ്, അത് കൃത്യമായി നോക്കുക. എൻഡാർക്ക് സൈലം സ്റ്റെമ്മിൻ്റെ പ്രത്യേകതയാണ്. പ്രോട്ടോസൈലം പിത്തിനോടടുത്തും മെറ്റാസൈലം പെരിഫറി സൈഡിലും ആയിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. എക്സാർക്ക് സൈലമാണെങ്കിൽ അത് റൂട്ടിൻ്റെ പ്രത്യേകതയാണ്. മെറ്റാസൈലമാണ് പിത്തിനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്. പ്രോട്ടോസൈലം മെറ്റസ്ലൈസ് ടുവേർഡ്സ് ദ പെരിഫറി. ഓക്കെ,
മറ്റൊന്ന് സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും ഇൻറ്റേർണൽ സ്ട്രക്ചർ, അനാട്ടമി എങ്ങനെയാണ്, ഇവിടെ ആ ഒരു ഡിഫറൻസ് കൃത്യമായി നോക്കുക. ഒപ്പം ഈ ഒരു ഫിഗേഴ്സും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കണം. ഫിഗേഴ്സ് തന്നിട്ട് ചോദിക്കാം നിങ്ങളോട് ഇത് ഏതാണ്, ഡൈക്കോട്ട് സ്റ്റെം ആണോ മോണോക്കോട്ട് സ്റ്റെം ആണോ അല്ലെങ്കിൽ ഡൈക്കോട്ട് റൂട്ടാണോ മോണോക്കോട്ട് റൂട്ടാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിഗർ ഒന്ന് നിങ്ങൾ വരച്ച് ലേബൽ ചെയ്ത് പഠിക്കണമെന്നല്ല, ഫിഗേഴ്സ് കണ്ടാൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. മറ്റൊന്നാണ് ഡൈക്കോട്ട് ലീഫാണ് നമുക്കുള്ളത്. ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഫിഗേഴ്സും ഒപ്പം അതിൻ്റെ ഫീച്ചേഴ്സും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നീട് അടുത്ത ചാപ്റ്ററായ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ പ്രൊക്യാരിയോട്ടിക് സെൽസ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. അതിൽ മീസോസോംസ് കൃത്യമായി നോക്കുക. മീസോസോംസിൻ്റെ ഫങ്ഷൻ എന്താണ്, അതുപോലെ മീസോസോംസ് എത്ര ടൈപ്പ് ഉണ്ട്. അതായത് മീസോസോം എന്ന് പറയുന്നത് പ്രൊക്യാരിയോട്ടിക് സെൽസിലുള്ള പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇൻഫോൾഡിങ്സ് ആണ് അല്ലേ. ഇതിന് റെസ്പിറേഷനുമായിട്ട് ബന്ധമുണ്ട്, DNA റെപ്ലിക്കേഷനൊക്കെയാണ് ഇവയുടെ ഫങ്ഷൻസ്. അപ്പം ഇതിൻ്റെ ടൈപ്സ് ഓഫ് മീസോസോംസ് ചോദ്യം വന്നിട്ടുള്ളതാണ്. വെസിക്കിൾസ്, ട്യൂബ്യൂൾസ്, ലാമെല്ല ടൈപ്പ് മീസോസോംസ് ആണ് വളരെ കോമൺ ആയിട്ടുള്ളത്. മറ്റൊന്ന് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ആരാണ് എന്നുള്ളൊരു ചോദ്യം വളരെ കോമൺ ആണ്. സിംഗർ ആൻഡ് നിക്കോൾസൺ 1972 ആണ് ഇവരാണ് ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മറ്റൊന്നാണ് പാസീവ് ട്രാൻസ്പോർട്ട്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നുള്ള അതിൻ്റെ ഒരു കമ്പാരിസൺ ഒന്ന് പഠിച്ചാൽ മതിയാകും. മറ്റൊന്ന് മൈറ്റോകോൺട്രിയ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായി ഇതിൻ്റെ സ്ട്രക്ചർ പഠിക്കണം. പാർട്സ് ലേബിൾ ചെയ്യാൻ തന്നെ പഠിക്കേണ്ടതാണ്. അപ്പോൾ വരച്ച് പഠിക്കുന്നത് നന്നായിരിക്കും. ഇതിൻ്റെ ഓരോ പാർട്സും നിങ്ങൾ കൃത്യമായി ലേബൽ ചെയ്യാൻ വേണ്ടി പഠിക്കും. അപ്പോൾ മറ്റൊന്നാണ് പ്ലാസ്റ്റിഡിൻ്റെ ഈ ഒരു ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്, ഇതിൻ്റെ മൂന്നിൻ്റെയും ഡിഫറൻസ് ചോദിക്കാറുണ്ട്. അത് ക്ലോറോപ്ലാസ്റ്റ് ആണെങ്കിൽ ക്ലോറോഫിൽ കണ്ടെയ്നിങ് പിഗ്മെൻറ്റ് പ്ലാസ്റ്റിഡ് ആണ് ക്ലോറോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റ് ആണെങ്കിൽ കരോട്ടീൻ, സാന്തോഫില്ല് തുടങ്ങിയ പിഗ്മെൻറ്റ്സ് ആണ് ക്രോമോപ്ലാസ്റ്റിലുള്ളത്. ല്യൂക്കോപ്ലാസ്റ്റ് ആണെങ്കിൽ കളർലെസ് പ്ലാസ്റ്റിഡുകളാണ്. അവയിൽ തന്നെ വീണ്ടും 3 ടൈപ്പ് ഉണ്ട്: അമൈലോപ്ലാസ്റ്റ്, എലയോപ്ലാസ്റ്റ്, അല്യൂറോപ്ലാസ്റ്റ്. അതായത് ഏത് ന്യൂട്രിയൻറ്റിനെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിൽ അമൈലോപ്ലാസ്റ്റും എലയോപ്ലാസ്റ്റ്, അല്യൂറോപ്ലാസ്റ്റ് ഇത് കൃത്യമായി പഠിച്ചിരിക്കണം. ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ നേരത്തെ മൈറ്റോകോൺട്രിയ പറഞ്ഞതുപോലെ തന്നെ വരച്ച് പഠിക്കേണ്ടത്, പാർട്സ് ലേബൽ ചെയ്യാൻ പഠിക്കേണ്ട ഒരു ഭാഗമാണ് ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ. റൈബോസോംസ്, പ്രൊക്യാരിയോട്ടിക്, യൂക്യാരിയോട്ടിക് റൈബോസോംസിൻ്റെ എത്ര യൂണിറ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി നോക്കുക. ഒപ്പം ഈ ഓരോ സെൽ ഓർഗനൽസും കണ്ടെത്തിയ ആളുടെ പേരുണ്ടെങ്കിൽ അത് കൃത്യമായി നോക്കണം. ഓക്കെ, ഇപ്പം റൈബോസോം ആണെങ്കിൽ ജോർജ് പാലഡിയാണ്. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ്. അങ്ങനെ കൃത്യമായി നിങ്ങളുടെ ടെക്സ്റ്റിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള പേരുകൾ നിങ്ങൾ നോക്കിയിരിക്കുക. പിന്നീട് ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട വളരെ സാധ്യത കൂടുതലുള്ള ഒരു ചോദ്യമാണ് ക്രോമോസോമിൻ്റെ നമ്മുടെ സെൻട്രോമിയറിൻ്റെ പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ട് ക്രോമോസോം സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഇത് ഫിഗർ നിങ്ങളോട് വരയ്ക്കാൻ ആവശ്യപ്പെടാം, അല്ലെങ്കിൽ ഫിഗേഴ്സ് തന്നിട്ട് ഏത് ക്രോമോസോമാണ്, അതായത് മെറ്റാസെൻട്രിക് ആണോ, സബ് മെറ്റാസെൻട്രിക് ആണോ, എക്രോസെൻട്രിക് ആണോ, ടീലോസെൻട്രിക് ആണോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. ഓക്കെ, ഫിഗേഴ്സ് അതുകൊണ്ട് നോക്കിയിരിക്കണം ഈ ഒരു ചാപ്റ്ററിൽ. ഇത് നമ്മുടെ 10th ചാപ്റ്റർ ആയിട്ടുള്ള സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനിൽ ഇവിടെ ഈ ഒരു സെൽ സൈക്കിൾ നിങ്ങൾ അതിൻ്റെ ഫേസസ് നിങ്ങൾ കൃത്യമായി പഠിക്കുക. G1 ഫേസ്, S ഫേസ്, G2 ഫേസ്, ഇവിടെ ഫങ്ഷൻസ് ഈ ഓരോ ഫേസിലും നടക്കുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതായത് G1 ഫേസിലാണെങ്കിൽ അവിടെ സെല്ല് മെറ്റബോളിക്കലി ആക്റ്റീവ് ആവുകയാണ്. S ഫേസിലാണ് DNA സിന്തസിസ് നടക്കുന്നത്. G2 ഫേസിൽ പ്രോട്ടീൻസിൻ്റെ സിന്തസിസ് ആണ്. അപ്പോൾ ഓരോ ഫേസിലും നടക്കുന്ന സെല്ലിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി പഠിക്കും. അപ്പം ഒന്നിൽ കൂടുതൽ തവണ ഈ ഒരു സെൽ സൈക്കിളിൻ്റെ സ്ട്രക്ചർ തന്നിട്ട് അതിൻ്റെ ഭാഗങ്ങൾ ലേബൽ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ G0 ഫേസ് എന്താണ്? അത് ഇനാക്റ്റീവായിട്ടുള്ളൊരു സ്റ്റേജാണ് G0 ഫേസ്. കോയഷൻ സ്റ്റേജ് എന്നുകൂടെ പറയുന്നുണ്ട്. ഓക്കെ, M ഫേസ് അതായത് മൈറ്റോട്ടിക് ഫേസ്, വീണ്ടും 2 ഫേസുകളുണ്ട്: കാരിയോകൈനസിസ് ആൻഡ് സൈറ്റോകൈനസിസ്. അതിൽ കാരിയോകൈനസിസ് ആണ് നമ്മൾ പഠിക്കുന്ന പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായും ഫിഗേഴ്സ് പഠിച്ചിരിക്കണം. അതിൽ സ്പെസിഫിക്കായി നിങ്ങൾ എടുത്ത് പഠിക്കേണ്ടത് മെറ്റാഫേസും അനാഫേസുമാണ്. ഈ 2 ഫിഗേഴ്സ് നിങ്ങൾ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. മെറ്റാഫേസും അനാഫേസും, അപ്പോൾ അവയുടെ ഫീച്ചേഴ്സും.
ഓക്കെ, മെറ്റാഫേസ് പ്ലേറ്റ് ഫോം ചെയ്യുന്നതും സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ആയി അത് സെൻട്രോമിയറിൽ വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് പോളുകളിലേക്ക് മൂവ് ചെയ്യുന്ന അനാഫേസും നിങ്ങൾ കൃത്യമായി പഠിക്കണം. ഓക്കെ, ഇത് മുൻവർഷങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് തഴമ്പിച്ചൊരു ചോദ്യമാണിത്. മെറ്റാഫേസ് അനാഫേസിൻ്റെ ഫിഗർ തന്ന് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ. മിയോസിസ് അല്ല, മിയോസിസ് 1-ലെ പ്രൊഫേസ് 1-ലുള്ള ഈ 5 സ്റ്റേജുകൾ നിങ്ങൾ പഠിച്ചാൽ മതിയാകും. ഈ ഓരോ ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കീറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്, ഈ സ്റ്റേജുകൾ ഓർഡർ തെറ്റാതെ തന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഒപ്പം ഈ ഓരോ ഫേസിലും അല്ലെങ്കിൽ ഈ ഓരോ സ്റ്റേജിലും നടക്കുന്ന കാര്യങ്ങളും അത് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് മുൻവർഷങ്ങളിൽ നിരവധി തവണ ചോദിച്ചിട്ടുള്ളതാണ്. ലെപ്റ്റോട്ടീൻ സ്റ്റേജിലാണെങ്കിൽ ക്രോമോസോംസ് ഗ്രാജുവലി വിസിബിൾ ആകുന്ന ഒരു സ്റ്റേജാണ്. ഓക്കെ, സൈഗോട്ടീനാണെങ്കിൽ സിനാപ്സിസ് ഒക്കെ ചെയ്യുന്നു, പാക്കറ്റീനിലാണെങ്കിൽ ക്രോസിംഗ് ഓവർ നടക്കുന്നു, ഡിപ്ലോട്ടീനിലാണെങ്കിൽ കൈസ്മാറ്റ ഫോം ചെയ്യുന്നു. ഓക്കെ, ഡയകൈനസിസിൽ ടെർമിനലൈസേഷൻ ഓഫ് കൈസ്മാറ്റ. ഈ പോയിൻറ്റ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിലുള്ള ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ പഠിക്കാം. മിയോസിസിൻ്റെ ഫിഗേഴ്സ് പഠിച്ചില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ മൈറ്റോസിസിൻ്റെ ഫിഗേഴ്സ് നിങ്ങൾ നിർബന്ധമായി പഠിക്കണം. മിയോസിസ് 1-ലെ പ്രൊഫേസ് 1 നിങ്ങൾ കൃത്യമായി പഠിക്കുക.